ഹായ് ഗായ്സ്, നമസ്കാരം. വിഷ്ണുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീക്കെൻഡാണ്. ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണിന്ന്. അപ്പം നമ്മുടെ അഗ്രഹണൊക്കെ ഉണ്ടായിരുന്നു. അവർ മഴയത്ത് നനഞ്ഞു പോയി. എനിക്ക് മഴ നനയാൻ മടിയായത് കാരണം ഞാനിങ്ങനെ നിന്നു. മഴ കഴിയാൻ വേണ്ടി നമ്മൾ നോക്കി നിന്നാണ്. ഇവിടെ തൊട്ടടുത്തൊരു ബോട്ടിംഗ് ഉണ്ട്. നമ്മുടെ ദീപുചേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ബിപിൻ ചേട്ടനൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം നമുക്ക് നേരെ അവിടെ ബോട്ടിങ്ങിന് പോവാം. ഓ ഗൈസ്, വീണ്ടും മഴയാണ്. സമ്മതിക്കൂല, മഴ ഒന്നിനും സമ്മതിക്കൂല. ഇവിടെ കയറി നിൽക്കാം, മഴ കഴിഞ്ഞിട്ട് പോവാം. മഴ. അപ്പം നമ്മളങ്ങനെ കല്ലോ പാർക്കിങ്ങിൽ കിടക്കുമ്പം മെയിനായിട്ട്, അതായത് കൂടുതലും പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ ആൻറ്റിയറപ്പൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ബോട്ടുണ്ട്, അതായത് ബോട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിയറപ്പനിൽ പോയി സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം ഞായറാഴ്ച നമുക്ക് കടകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അത് ബോട്ട് വന്നിട്ടുണ്ട്, വാട്ടർ ബസ്. അവിടുന്ന് നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മിച്ചമുള്ളൂ നടക്കാനായിട്ട്. നമ്മളിപ്പോൾ കയറുമ്പോൾ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്താൽ കയറാറ്. മഴയാണ് കേട്ടോ, മഴയുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ഇത് അപ്പ് ആൻഡ് ഡൗൺ എത്ര ചേട്ടായി? 6 രൂപ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ബോട്ട് പോലെ തന്നെ കേട്ടോ. ഇത് കുറച്ചുകൂടെ വാട്ടർ മെട്രോ. അത്യാവശ്യം നമ്മുടെ എറണാകുളത്തൊക്കെ വന്നേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ഇതാണ് കേട്ടോ. കോട്ട് മാറ്റാൻ പോയിട്ട് രജിസ്റ്റലേട്ടാ കോട്ട് മാറ്റിയില്ല. പകുതി ഇത്ര നേരം നോക്കിയിരുന്നപ്പോൾ ബോട്ട് വന്നില്ല. ഇപ്പോൾ ബോട്ട് വന്നു. അകത്തോട്ട് കയറി പോടാ മോനെ എന്നാണ് പറഞ്ഞത്. ഹായ് മാം, നോ പ്രോബ്ലം, വീഡിയോ ഓക്കെ. നമ്മളെവിടെ പോയാലും ജസ്റ്റ് ആദ്യം ഒന്ന് പെർമിഷൻ ചോദിക്കണം കേട്ടോ. വീഡിയോ എടുക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ, അല്ലാതെ നമ്മൾ എടുക്കരുത്. ഇവിടെ എന്താ സെറ്റപ്പ് ഉണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്. അകത്തോടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ നിൽക്കാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചയെല്ലാം കണ്ട് അടിപൊളിയായിട്ട് പോവാം. ഇന്നലെയൊക്കെ നല്ല കാറ്റായിരുന്നു, ഇന്നധികം വലിയ കാറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതാ കേട്ടോ ഇതിൻ്റെ കപ്പിത്താനാണ് പുള്ളി. ആ കോട്ട് ഇട്ടേക്കുന്നത് ഇതിൻ്റെ കപ്പിത്താനാണല്ലോ. ഇവരുടെ ഗ്യാങ്ങാണ് കേട്ടോ. വീഡിയോ കോൾ ഇവരുടെ ഗ്യാങ്ങാണ്. ഹായ്, ഇത് ഇവരുടെ ബാച്ചാട്ടോ. നമ്മുടെ ആശാൻ്റെ ഒക്കെ ബാച്ചാണ്. അഗ്രഹണം എല്ലാവരും ആശാൻ്റെ ബാച്ചാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നമ്മളിവിടെ ഇരുന്നാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വരുവേ. തണുപ്പൊന്നുമില്ല ഇതിനകത്ത്, അത്യാവശ്യം നല്ല ഇതാണ്. ആകപ്പാടെ ഞങ്ങൾ ഹായ്, പുള്ളി നമ്മുടെ ലിത്വാനിയറുള്ളതാണ്. നമ്മുടെ ഗുജറാത്ത് റൈറ്റ്? നോ യു ആർ ഫ്രം ഉത്തരാഖണ്ഡ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഞാനവിടെ മടിച്ചിരുന്ന എന്നെ പിടിച്ചോണ്ട് വന്ന പുള്ളിയാണ്. ഇവിടുത്തെ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത്, കാണാനായിട്ടൊക്കെ നല്ല ഇതിൽ പൊളിയാണ്. ഇതിൻ്റെ ഒരു മാപ്പ് ഏതാണ്ടാണ്. ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോ സാധനങ്ങളൊക്കെ എവിടെയാണ്, എന്തൊക്കെയാണ്. ഇത് ഇവിടെ ഒരു വേസ്റ്റ് ഇടാനായിട്ട് ഒരു വേസ്റ്റിന് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്തിരിക്കാം. ടിക്കറ്റ് Also to city and back? Apple Pay. 6 please. Yeah, this is up and down, right? Normally. Yes. Okay, thank you. Okay. നമുക്ക് ഏകദേശം 6 യൂറോ കേട്ടോ.
ചാർജ് വന്നേക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ഉൾപ്പെടെയാണ് €6. താങ്ക് യു. ഇതല്ലേ €5.56 അപ്പോൾ അതിൽ ടാക്സ് 34 സെൻറ്റ്, ടോട്ടൽ 6. നമ്മൾ കയ്യിൽ ജസ്റ്റ് വെച്ചേക്കണം. തിരിച്ച് വരുമ്പോഴാണെങ്കിലും ഇവർക്ക് സ്കാൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബോട്ടിൻ്റെ ചെക്കിങ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സ്കാൻ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ബോട്ട് എടുത്തപ്പോൾ നമ്മൾ നേരെ അകത്ത് നിന്ന് എണീറ്റ് ഇവിടെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അത് ആ പോകുന്ന ഒരു വാട്ടർ ബോട്ടാണ്. 2 ബോട്ടാണ് ശരിക്കും. ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഓരോ. അങ്ങനെയാണ് ഇവിടെ സർവീസ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 3 സ്റ്റോപ്പ് കഴിയുമ്പോഴാട്ടോ നമുക്ക് ആൻഡ്വെർപ്പനിൽ സ്റ്റോപ്പ് എത്തുന്നത്. ഓക്കെ, താങ്ക് യു. കേട്ടോ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. ഈ സ്ഥലമാണ് ആൻഡ്വെർപ്പൻ. ഒരു ബോട്ട് അങ്ങോട്ട് വരുമ്പോൾ ഒരെണ്ണം തിരിച്ച് അങ്ങോട്ട് പോവേ. അങ്ങനെ ഇവിടുത്തെ വരുന്നത്. സോറി. താങ്ക് യു. ഇല്ല, ഇവരെല്ലാം കയറാൻ നിൽക്കുന്ന കേട്ടോ. ഈ തടി കൂടെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ പഠിച്ചിരുന്ന നമ്മുടെ സ്കൂൾ സെൻറ്റ് തെരേസാസിൻ്റെ മേളിൽ കൂടെ ഉള്ള ഇതാണ്. നമ്മൾ ഇതുപോലെ പലകയായിരുന്നു അവിടെ. അപ്പോൾ ഓടുവാണെങ്കിൽ സാറ് നിൽക്കും, നമ്മുടെ PT സാറ് നിൽക്കുമായിരുന്നു തല്ലാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ സാറ് ജോസഫ് സാറ് തല്ലാനല്ല നിൽക്കുന്നത്. സാറ് നിൽക്കുന്നത് അങ്ങനെ ഓടിപ്പോകുന്നവർ, അതായത് ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ആ സമയത്ത് സാറ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓടുവാണെന്നുണ്ടെങ്കിൽ സാർ അവിടെ പിടിച്ചു നിർത്തും. എല്ലാവരും പോയി കഴിഞ്ഞ് അവസാനം സാർ നമ്മളെ പറഞ്ഞു കൊടുത്തുള്ളൂ. ഇതാണ് കേട്ടോ യൂറോപ്പ്. ഞാൻ കണ്ട യൂറോപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ വണ്ടിയുടെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം പുതിയ ബ്രിഡ്ജ് ഏതാണ്ടൊക്കെ വരുന്നതിൻ്റെ കേട്ടോ. നല്ല പാലങ്ങൾ കാര്യങ്ങളൊക്കെ പുതിയ ബ്രിഡ്ജ് വരുന്നതിൻ്റെയൊക്കെയാണ്. ഇതാണ് യൂറോപ്പ്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ബ്രേക്ക് കിട്ടുമ്പോൾ ഇതൊക്കെയാണ് നമുക്കുള്ള നമ്മൾ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ. Excuse me. Yeah. Thank you very much. Yeah, okay, cool. Thank you. ഇവിടെ ഈ ബോട്ടിങ്ങിൻ്റെ ടൈം കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചെപ്പോഴാണ് എങ്ങോട്ടാ കൊണ്ടേ? അത് ഞാൻ കണ്ട യൂറോപ്പ് എങ്ങനെയായിരുന്നു. മഴ പെയ്തില്ലെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങുക. രാത്രി 10 മണി വരെ നമുക്ക് സമയമുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 4:57, 5 മണിയായി. ഒരു 5 മണിക്കൂർ നമുക്കുണ്ട് ടൈം. 5 മണിക്കൂർ നമ്മളിവിടെ നടന്ന് കറങ്ങുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ബോട്ടിന് തിരിച്ചു പോവുക. കാരണം നാളെ നമുക്ക് അവധിയാണ്. ഇന്ന് സമയമുണ്ട്. എത്ര ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ല. എന്താ മ്യൂസിയം പോലെ മ്യൂസിയം കേട്ടോ. ആൻഡ്വെർപ്പൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, സഞ്ചാരത്തിൽ പറഞ്ഞ പോലെ പുരാതനമായ കവാടത്തെ കടന്ന് ഞങ്ങൾ പോവുകയാണ്. ചെറിയ റോഡൊക്കെ കേട്ടോ, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഓരോരോ ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ ഇവർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നോ, അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇവിടെയൊക്കെ നമുക്ക് നടക്കുന്നവർക്ക് കേട്ടോ എപ്പോഴും പ്രയോറിറ്റി. നമ്മൾ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാക്കനാട് വലിയ കല്ലൂർ പള്ളിന്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഇവിടെ പച്ച എത്തുമ്പോ ആൾക്കാർ നടക്കും. അവിടെ നേരെ തിരിച്ച് അവിടെ നേരെ പച്ച എത്തുമ്പോ ആൾക്കാർ നിൽക്കും. ചുമലെത്തുമ്പോഴത്തേനും വണ്ടി വരും. ഇപ്പൊ ചുമലെത്തി ഇവിടെ നിൽക്കുന്നതാ. ഇവിടെയൊക്കെ റൂള് ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല പെനാൽറ്റി നന്നായിട്ട് കിട്ടും കേട്ടോ. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ ഓപ്ഷൻ വരും. നമുക്ക് ഇവിടെ സിഗ്നൽ ഇല്ലെങ്കിൽ തന്നെ പ്രയോറിറ്റി എപ്പോഴും നടക്കുന്നവർക്കാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നിർത്തി കൊടുക്കും അല്ലേ. ഇതൊക്കെ ഒരുപാട് ഷോപ്പുകളും ഉണ്ട്. അതുപോലെ റേറ്റൊക്കെയാണ് ഇവിടെ. റേറ്റ് കുറവല്ലേ ചേട്ടാ? അത്ര കുറവില്ല, എന്നാലും ഇവിടെ കൂടുതൽ മറ്റേ ശ്രീലങ്ക കടകളും എല്ലാം ഉണ്ടല്ലേ.
പിന്നെ ഏഷ്യൻ സ്റ്റോർ, ആഫ്രിക്കൻ സ്റ്റോർസ്, കൂടുതൽ മറ്റേ പാകിസ്ഥാൻ, മറ്റേ കസഖിസ്ഥാൻ അവിടുത്തെ ടീമുകൾ സെയിം നമ്മുടെയൊക്കെ സെയിം മസാലയും കാര്യങ്ങളൊക്കെ സെയിം ആയിക്കോട്ടെ. അപ്പോൾ അവരുടെ കടകൾ കൂടുതലുണ്ട്. നമ്മുടെ ദീപുചേട്ടനൊക്കെയാന്ന് തോന്നുന്നല്ലേ ഇവിടെ കൂടുതലും കിടക്കുന്നത്? മനസ്സിലായി, പുള്ളിന് മനസ്സിലായി. അതല്ല പറഞ്ഞു ദീപുചേട്ടൻ കൂടുതൽ കിടക്കണേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സ് ആണ് കൂടുതൽ. നമ്മുടെ ബിബിൻചേട്ടനും ഉണ്ടായിരുന്നല്ലേ? കൂടുതലില്ല ശരിക്കും പറഞ്ഞ. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് പി ഓഫറിൽ എനിക്ക് കൂടുതൽ കിട്ടാറുണ്ട്. നമ്മ വരൂലല്ലോ, നമ്മ സീബർഗിൽ എല്ലാരും കൂടും. 10-90 കിലോമീറ്റർ ആണെങ്കിൽ ഒരു ഓടൂല. അല്ലാണ്ടുള്ള കിലോമീറ്റർ 10-200 ആണെങ്കിൽ ഇപ്പൊ നമ്മള് ഓടി കമ്പനിയുടെ അടുത്തോട്ട് പോകും. ഒരു 10-100-90 കിലോമീറ്റർ ആണെങ്കിൽ നമ്മ ഓടൂല. അപ്പൊ മിക്കപ്പോഴും നമുക്ക് പി ഓഫർ കിട്ടണം. ആൻഡോർപ്പണായിരിക്കും തിങ്കളാഴ്ച ലോഡിങ് കിട്ടണം, അല്ല വാൻമോറൊക്കെ കിട്ടണം. ഇതിപ്പോ അവൻ ഓടി കാരണം തിങ്കളാഴ്ച ലോഡിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ പിയാഞ്ചിന്ന് പിക്കപ്പും ഉണ്ട് എനിക്ക്. എന്തായാലും ഓടിയിരിക്കണം, അത് എന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ എത്തിയത് വഴി തെറ്റിയ വഴി തെറ്റില്ല. ഇവിടെ നമുക്ക് പിന്നെ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല കേട്ടോ. അഖിലേട്ടനൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അവർക്കൊക്കെ ഇവിടെ ഏകദേശം അത്യാവശ്യം അറിയാവുന്ന കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ 24 ആയി എല്ലാം എഴുതി വെച്ചേക്കുന്നത് അല്ലേ? സൺഡേ ഉണ്ടോ അപ്പോൾ ഇവിടെ? അതോ ഉണ്ടല്ലേ? ഞാൻ ഞായറാഴ്ച വന്നത് അവസാനം വന്ന ദിവസം ഞായറാഴ്ച വൈകുന്നേരം വന്ന് രാത്രി ലാസ്റ്റ് ബോട്ടിനൂടെ വരിക. സോറി, ലാസ്റ്റ് ബോട്ടിന് വരിക, ഇവിടെ മൊത്തം കറങ്ങുക. രാത്രി പിറ്റേ ദിവസത്തെ ആദ്യത്തെ ബോട്ടിന് തിരിച്ചു പോവുക. ശരിക്കും അതാണ് നമുക്ക് കടയിൽ പോണ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ചുമന്ന് സാധനം വാങ്ങിച്ച് പിന്നെ അവിടെ വരെ ചുമന്ന് പോകണം. അതൊക്കെ കുറച്ച് സാധനമൊക്കെ ആണെങ്കിൽ പയ്യനായി സദ്യതൊക്കെ കണ്ട് കുറെ ഷോപ്പൊക്കെ അടവാണ്, അടച്ചേക്കോ. വൈശാഖ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ അന്ന് രാവിലെ വന്നിട്ട് രാത്രിയാണ് ഞാൻ 9 മണിക്കൊക്കെയാണ് തിരിച്ചു വന്നത്. പറയാൻ പറ്റാ സ്ട്രീറ്റിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടുണ്ട സാധനമൊക്കെ. ഒരു ദിവസം നിന്നിട്ടാ അങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞത്. അത് എന്നോട് ബിബിൻചേട്ടൻ ഇന്നലെ പറഞ്ഞു രാത്രി പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ എല്ലാം നടന്ന് നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തൊക്കെ പിറ്റേ ദിവസം വരാതെ അടിച്ച് പെട്ടിയിലാക്കിയമാരോടൊന്ന് വിട് ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. ഇവിടെ ടാറ്റു സ്റ്റോർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പറയാ ഇല്ല അവിടെ എല്ലാം അതൊക്കെ ബോട്ടാണ് കേട്ടോ കിടക്കുന്നത് എല്ലാം. ഇത് അതെല്ലാം പ്രൈവറ്റ് ആയിരിക്കും അല്ലേ? കല്ലാണ് കേട്ടോ ഇവിടെ മൊത്തം കല്ല്. ഇതുണ്ട് കരിങ്കല്ലിൻ്റെ ഇത് പാകി വെക്കോ. എല്ലാ സിജിക്കൊക്കെ തെറ്റി ഇതിലൊക്കെ കയറി വരണം ഉണ്ടല്ലേ? അതിനുള്ളിൽ കൂടെ നമ്മ വരാറുണ്ട്. അവിടെ ഒരു കമ്പനി ഉണ്ട്, ABC അങ്ങനത്തെ ഒരു കമ്പനി. എനിക്ക് പിയാഞ്ചിന്നാ പിക്കപ്പ് തിങ്കളാഴ്ച റോഡ്. അവിടെ നമുക്ക് ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ ആണല്ലേ? അല്ലാണ്ട് ഇടക്ക് മറ്റേ എൻ്റെ ഒരു പ്രാവശ്യം ടയർ കംപ്ലൈന്റ് ആയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടൊരു കമ്പനിയിലാണ് കയറി വന്നിട്ട്. ഇതന്നെ പബ്ബാണോ? പബ്ബല്ല കേട്ടോ, എന്തോ ഹോട്ടൽ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ. അണ്ടർഗ്രൗണ്ട് പാലോ? അണ്ടർഗ്രൗണ്ട് വൈകിട്ടൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഇവിടെ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. എനിക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ സുഖമാട്ടെ. ഇപ്പോൾ ഈ മഴ ഉള്ളതുകൊണ്ടാണ് നമ്മളാണേലും മടിക്കുന്നത് പോകാനും വരാനും ഒക്കെ. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്കാണെങ്കിലും വലിയ പ്രശ്നമില്ല, നല്ല ഇതാണ്. നമുക്ക് ആ റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ഞാനാണല്ലോ ഇപ്പോൾ ഇവരൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇതിലാണ് നമ്മളാണേലും ഇറങ്ങിയത്. അല്ലെങ്കിൽ തണുപ്പും മഴയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളും മടിക്കും വരാനായിട്ട്. അല്ല എന്നാ വ്യൂ, അടിപൊളി വ്യൂ അവിടെയൊക്കെ. ഹലോ, ഹായ്.
ബൈ 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 ബൈ. നമ്മൾ ഇതുവിനെ പോലെ ഒരു കൊച്ച്. പിള്ളേരെ ആരെങ്കിലും കാണുമ്പോൾ ചോക്ലേറ്റും കാണത്തില്ല കയ്യിൽ. സ്ഥലം മേടിക്കണം കുറച്ച്, അതാ മെയിൻ. അവിടെ നേരെ അല്ലേ? ആ നമ്മളിവിടുന്ന് ഇങ്ങനെ കറങ്ങിയല്ലേ. ഇതൊന്നും വലിയ റഷൊന്നും ഇല്ല, ഇപ്പോഴും ഇങ്ങനെ തന്നെയാ തിരക്ക് ആണല്ലേ? തുടങ്ങുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പുറ സൈഡ് കൂടുതൽ ആയിരിക്കും അല്ലേ? പശ്ചാത്തലത്തിൽ ഓടിയാലും അപ്പം നമുക്ക് പ്രയോറിറ്റി നമുക്ക് പച്ച അവിടെ ചുമലെത്തി, കുഴപ്പമില്ല. നമുക്ക് അവിടെ പോയിട്ട് പള്ളിയിൽ മണിയടി കേൾക്കുന്നുണ്ട്. 5 മണിയാ, 5 മണിയുടെ മണി അടിച്ചാണ്. പാർക്കിംഗ് സോൺ 35 3.5 ടൺ. ഇവിടെ എല്ലാം കൂടുതലും കല്ല് പാകിയേക്കുന്നതല്ലേ റോഡുകൾ? കല്ല് പാകിയ വഴികളാണ് കൂടുതലും. ഈ ഏരിയയിലാണ് കേട്ടോ കൂടുതലും കടകൾ ഉണ്ട്. നെർവോ ഷോപ്പ്, സെക്കൻഡ് സെയിലല്ലേ? സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്. കയറി നോക്കിട്ടോ? ആ കയറി നോക്കാം. 5 യൂറോ പെർ ഒരെണ്ണത്തിന് 5 യൂറോ, 3 എണ്ണം 10 യൂറോ. ഹായ്, നോ പ്രോബ്ലം വീഡിയോ? നോ പ്രോബ്ലം അല്ലേ? ലേഡീസ് ഐറ്റംസ് ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്, ക്യാപ്പുകൾ. യെസ്, ഇതെല്ലാം സെക്കൻഡ് ഐറ്റംസ് കേട്ടോ. സെക്കൻഡ് ജാക്കറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഷർട്ടുകൾ. സെക്കൻഡ് ആണെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് ക്ലീൻ ചെയ്ത് പക്ക നീറ്റ് ആക്കിയിട്ടിരിക്കുന്നുണ്ടോ, പുതിയ കടകളിലുള്ള പോലെ തന്നെ. ജാക്കറ്റുണ്ട്. ഇതൊക്കെ നമ്മളിടുന്ന വെസ്റ്റാണ് കേട്ടോ. നമ്മുടെ വെസ്റ്റില്ലേ ആ ഒരു ടൈപ്പ് ഇതാണ്. ഇത് കുറച്ചുകൂടെ കൂടിയതാണ്. പിന്നെ റേറ്റ് നല്ല ഇത്ര ഇത് പല കളറുണ്ട്, ബ്ലൂ ഉണ്ട്. ഇനി നമുക്ക് വെസ്റ്റൊക്കെ ഇടണം, കാരണം ഷൂസുണ്ട്. ഇതൊക്കെ ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. നമുക്ക് ഈ വെസ്റ്റ് അങ്ങനെ അത്ര ഉപയോഗങ്ങളില്ല, എന്നാലും ആവശ്യമുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സെയിലിൻ്റെ മാർക്കറ്റുകൾ ഒരുപാടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, ഷൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കാം. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതായത് നന്നായിട്ട് വാഷ് ചെയ്ത്, ഇവരും വാഷ് ചെയ്യുന്നു. ഇതെല്ലാം വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടിടുന്നത്. അതിൻ്റെ ജാക്കറ്റുള്ള പിള്ളേർക്കൊക്കെ. എനിക്കൊക്കെ ഇത് മതി കേട്ടോ. ഇത് ലേഡീസിൻ്റെയാണ്. ഇതല്ലേ എത്ര യൂറോ? 15 യൂറോ ഒക്കെ ഇതിന്. ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് ഉണ്ട്. ബാഗുകളുണ്ട്, ചെറിയ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ എമൗണ്ട് ഇതിൽ വെച്ചിട്ട്. ബ്രദർ, എക്സ്ക്യൂസ് മീ ബ്രദർ, ഹൗ മച്ച് ദിസ്? This 15. 15 15 യൂറോ കേട്ടോ ബാഗിന്. സ്റ്റേഷൻ റേറ്റ് ഉണ്ട്. 15 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 1500 രൂപ അടുത്തായി. നമുക്ക് പ്രത്യേകിച്ച് ഡ്രസ്സുകളൊന്നുമില്ല എടുക്കാനായിട്ട്. Sunday also you are open? We are open, sir. Every day? Every day. 7 days? 7 days. ഓക്കെ. എല്ലാ ദിവസവും ഓപ്പണാണ് ഇവിടെയൊക്കെ. ഇതെല്ലാം ആൻറ്റിയർപ്പനിലുള്ള കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട്.
സ്ട്രീറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് പേരൊന്നും അറിയില്ല, പക്ഷേ അത്യാവശ്യം ഇതുണ്ട്, ഡ്രസ്സെല്ലാം ഉണ്ട്. ഇതെല്ലാം ലേഡീസിൻ്റെ കേട്ടോ, ലേഡീസിൻ്റെ ഐറ്റംസ്. പാൻസ് ഉണ്ട്, ഇതൊക്കെ ലേഡീസ് ഐറ്റംസ്. ഇത് നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഫുഡ് കേട്ടോ. ഇത് ഇന്ത്യൻ മാർക്കറ്റാണ് കേട്ടോ. പഴം, കപ്പ, നമ്മുടെ നാട്ടിലെ കപ്പ കിടക്കുന്നു. കപ്പ, ഏത്തയ്ക്ക 2 യൂറോയാണ് ഏത്തയ്ക്കയും കാര്യങ്ങളൊക്കെ. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടുത്തെ ക്യാഷ് ഉണ്ട്. ഇവിടെ ചിപ്സ് ഐറ്റംസൊക്കെ 2 യൂറോ, അതായത് നാട്ടിലെ 300 രൂപ. നമ്മുടെ കത്തിരിക്ക, മാങ്ങ, പക്കാവട 320 യൂറോ. ഹൈ വളകൾ ശ്രീക്കുട്ടി നാട്ടിലാണ്, അതുകൊണ്ട് വളം മേടിച്ചിട്ട് കാര്യമില്ല. ശ്രീലങ്കക്കാരാണ്. പച്ചമുളക്, നമ്മുടെ പടവലങ്ങ, ചെറിയ ഉള്ളി. റേറ്റ് മസാല ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അത് 1 യൂറോ 80 സെൻറ്റ്. നമുക്ക് ജസ്റ്റ് അവിടെ ഇങ്ങനെ പറഞ്ഞു അല്ലേ. നമ്മുടെ മിക്സർ 5 യൂറോ. യൂറോപ്പിൽ സാധനങ്ങൾക്ക് വിലയില്ലെന്ന് പറയുന്നവർക്ക് നമ്മുടെ പൊടി കാര്യങ്ങളെല്ലാം ഇവിടെ കാണും. നമ്മൾ മെയിനായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റോപ്പിൽ നിന്നൊക്കെ കേട്ടോ. പയർ, നമ്മുടെ അരി, മുട്ടയരി, പുട്ടുപൊടി. നമുക്കിവിടെ സാധനങ്ങൾ വേണ്ടത് നമ്മുടെ നെസ്ലയുടെ മിൽക്ക് കേട്ടോ. ക്രീമർ, ഇടിയപ്പപ്പൊടി മേടിച്ചിട്ട് കാര്യമില്ല, ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പായസം വെക്കണമെങ്കിൽ പായസം വെക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് അച്ചാർ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെയാണ് എടുക്കേണ്ടത്. കാരണം ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഉണ്ടാക്കത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. മടി പിടിച്ചിരിക്കും, മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ല അച്ചാറുണ്ട്. പിക്കിളിനൊക്കെ ഉണ്ടല്ലേ 4 യൂറോ, അതായത് നാട്ടിലെ ഏകദേശം നമ്മുടെ 400 രൂപ. നമ്മുടെ കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ, പിന്നെ നമുക്ക് മസാല കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചു നോക്കണം. മെയിനായിട്ട് മസാലയൊക്കെ നോക്കണ്ട്. അതിലോട്ട് ഇവിടുന്ന് മസാല ഒക്കെ എടുക്കുമല്ലേ? മസാലയൊക്കെ ഇവിടുന്ന് എടുക്കുമല്ലേ? ഇവിടെ എല്ലാം നോക്കിയോ. ചില സാധനങ്ങൾക്ക് അപ്പുറത്തെ കുറവല്ലേ? എവിടെ? അപ്പുറത്തെ ഇതിപ്പോൾ അപ്പുറത്തെ 7 യൂറോ ഉള്ളൂ അല്ലേ? ഇവിടെ കൂടുതൽ, ഇവിടെ 5 യൂറോ. നമ്മൾ 2 പ്രാവശ്യം അവിടെ ഇവിടെ കയറുമ്പോൾ കിട്ടും. മനസ്സിലാവുള്ളൂ. അച്ചാറൊക്കെ ഉണ്ട് ഇവിടെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? മീനൊക്കെയാണ് നല്ല. പാക്കറ്റ് മീനല്ലേ? ഫ്രോസൺ മീൻ, കപ്പ കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഇവിടെ. നമ്മൾ നമ്മുടെ അവിടെ പോയപ്പോ നെറ്റാട്ടിൽ പോയപ്പോഴേ അന്ന് അല്ല 9 യൂറോയുടെ അത് സെറ്റാ. അതും മേടിച്ച് കപ്പയും മേടിച്ചു. ഒരാഴ്ച പൊളിച്ചായിരുന്നു. ഇവിടെ ഇല്ലതല്ലേ? അത് നെയ്മീനാണ് കറക്റ്റ്. നെയ്മീൻ ഇവിടെ പക്ഷെ ആ മീനില്ല, അത് നല്ല ഫുള്ള് കഷ്ണമുണ്ട്. ഇതിവിടെ കുറവായിരിക്കും. അത് 9 യൂറോയുടെ ഞാൻ പറഞ്ഞല്ലേ. അത് 9 യൂറോ പക്ക ലാഭോ. അതൊരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ അത് 9-10 പീസ് ഉണ്ടായിരുന്നു. ഒരു മീൻ അല്ലെങ്കിൽ ഒരു മീൻ മൊത്തം തോന്നുന്നു. ഇതുപോലത്തെ പീസ് അല്ലേ? ഇതുപോലത്തെ മീൻ പീസ് എത്ര യൂറോ ആയിരിക്കും? 50 കൂടുതലായിരിക്കും. അത് നല്ല, ഒന്നും പറയാനില്ല. അത് പിന്നെ അങ്ങോട്ട് സർവീസും കിട്ടിയില്ല. 2, 4, 6 ഇതൊക്കെ 6 പീസ്. ഇതൊക്കെ മീനാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ശ്രീലങ്കക്കാരുടെ കടയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഇതുണ്ടല്ലേ, പിക്കിള്, മാങ്ങ. എല്ലായിടത്തും പോയിട്ട് തപ്പിയിട്ട് കിട്ടാത്ത ഒരു അച്ചാർ നാരങ്ങാച്ചാർ കേട്ടോ. നാരങ്ങാച്ചാർ ഒരിടത്തൊന്നും കിട്ടുന്നില്ല. പക്ഷേ ചായപ്പൊടി ഇട്ടുണ്ട്. ശ്രീലങ്ക തമിഴ്. ആണോ?
ഉണ്ട് ഇവിടെ എല്ലാം ഇതുപോലുള്ള കടകളൊക്കെയാണ്. നമ്മൾ വീക്കെൻഡ് കിട്ടുമ്പോഴത്തേന് മെയിനായിട്ട് പോകുന്നത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാനാണ്. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇതുപോലുള്ള കടകളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അണ്ണാ ഇங்கே അഗർബത്തി ഇരിക്കണ്ണ, അഗർബത്തി ചന്ദനത്തിരി. പൊറോട്ട ഉണ്ടോ അവിടെ? ചന്ദനത്തിരി ഹോമം വേണം. പുട്ടോടിയല്ലേ പുട്ടോടി. ഓ എന്ത് ഇഡ്ഡലിപ്പൊടി, ഇഡ്ഡലി വേണ്ട, അതൊക്കെ ഉണ്ടാക്കണ്ടേ, അതാണ് പ്രശ്നം. ആ എന്താ കഥ, ഞാനിവിടെ ഒരു താജ്മഹൽ പണിയും ഇതൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും കാലം? അതൊരെണ്ണം ഫ്രണ്ട് വേണേൽ തൂക്കാം കേട്ടോ. അതൊരെണ്ണം മേടിച്ച് ഫ്രണ്ട്, മറ്റേ മുടി കിട്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും തൂക്കിയാനെ. റപ്പോണാസ് പറഞ്ഞാലേ മറ്റേ ആ നിന്റെ ഫ്രണ്ടിലെ കുട്ടിച്ചാതനെ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന്. വിളക്ക് പിന്നെ റേറ്റ് ഇല്ലല്ലോ ഇതിൽ. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഫോട്ടോസ് കാര്യങ്ങൾ. ഇത് നമ്മളെ വണ്ടിയിൽ അങ്ങനെ എടുക്കാൻ കൊള്ളത്തിലാണ്. നമ്മൾ വണ്ടിക്കകത്തെന്ന് പറയുമ്പം എല്ലാം ഇതുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരി, സൈക്കിൾ, അഗർബത്തികൾ. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണം. സൈക്കിൾ, ശബ്ദ അഗർബത്തികൾ. സൈക്കിൾ എടുക്കാം. സൈക്കിളിൻ്റെ മണം പ്രത്യേക മണം കേട്ടോ, സ്മെല്ലൊരു രക്ഷയില്ല. എല്ലാ ഐറ്റംസും നമ്മളേതായാലും തൽക്കാലത്തേക്ക് ഇതെടുത്തു. നമ്മുടെ മഞ്ഞക്കിളിക്ക് കൂട്ടായിട്ട് തൽക്കാലം ഇതിരിക്കട്ടെ. നമ്മുടെ കറിവേപ്പില, ഉള്ളി, ചെറിയ ഉള്ളി, ഇതൊക്കെ. ഇത് നമ്മുടെ ചക്ക. അണ്ണാ ചക്കയ്ക്ക് തന്നെയാണോ റേറ്റ്? ആ 1 കിലോയ്ക്ക് 90, 10 യൂറോ. 1 കിലോയ്ക്ക് 10 യൂറോ, 1000 രൂപ ചക്കയുടെ വില കേട്ടോ ഇവിടെ. അണ്ണാ കപ്പയോ? കപ്പയ്ക്കോ? 1 കിലോ 1 കിലോയ്ക്ക് 320 രൂപ കപ്പയ്ക്ക്. കപ്പയ്ക്കൊക്കെ നാട്ടിൽ വില കൂടുകയെന്ന് പറയുമ്പോഴത്തേനും ഇതൊക്കെ ഇടയ്ക്ക് ഓർത്ത് കേട്ടോ. ഇല്ലേ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ വഴുതനങ്ങ, ചക്ക, കപ്പ, പിന്നെ നമ്മുടെ നാട്ടിലെ കദളിപ്പഴം. ഇവിടെ കൂടുതലും ഇതുപോലെ സാധനങ്ങൾ കിട്ടുന്നത് ഇതുപോലുള്ള ഇന്ത്യൻ സ്റ്റോറുകളിലാണ് കേട്ടോ. കണ്ടോ മസാലകൾ, നമ്മുടെ നാട്ടിലെ വത്തലമുളക് കാര്യങ്ങളൊക്കെ. ഇതെല്ലാം 400 രൂപ. ഏറ്റവും കുറഞ്ഞതൊരു 100, 120, അതായത് 50 ഗ്രാമൊക്കെ വരുമ്പോൾ 100 യൂറോ, 120 യൂറോ. അതാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ്. ഉണ്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഉണ്ട് 1 യൂറോ. പിന്നെ മസാലകളെല്ലാം ഉണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ചില്ലി പൗഡർ. ഇത്ര ഉള്ളു. മുളക് പൊടി ഇത്ര ഉള്ളൂ. 100 ഗ്രാമിന് കാശ്മീരി ചില്ലിക്ക് 3 യൂറോ, അതായത് 300 രൂപ. അതായത് 100 ഗ്രാമിന് 300 രൂപ കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ട്. ഇതുണ്ട് TRF എന്ന് പറയുന്നത്. ഇത് അറിയാത്ത കമ്പനിയാണ്. തന്തൂരി മസാല, തന്തൂരി മസാല എടുത്തേക്കാം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തന്തൂരി മസാല നല്ലതാണ്. പിന്നെ അത് കടുകിൻ്റെ കാണാം. കടുക് ഏറ്റവും വലിയതായിട്ടോ. കടുകിൻ്റെ റേറ്റ് 3 യൂറോ 40 കടുകിന്. കടുക് ചെറിയ പാക്കറ്റ് കണ്ടില്ല കേട്ടോ, വലിയ പാക്കറ്റ് മാത്രമേ കണ്ടുള്ളൂ. അതായത് ഇന്ത്യൻ സ്റ്റോറുകളിൽ വന്നാൽ അത്യാവശ്യം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം, ഇതുപോലെ സാധനങ്ങളെല്ലാം എല്ലാം കാണും കേട്ടോ. ബീൻസ് സാധനങ്ങൾ, ലഡ്ഡു. നമ്മൾ ഇത്ര സാധനം എടുത്ത് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. വത്തലമുളകില്ല കേട്ടോ. മെയിനായിട്ട് അഗർബത്തി എടുത്ത്, പിന്നെ ഒരിത് പൊറോട്ട എടുത്ത്, കുറച്ച് മസാല, ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്പയുണ്ട്. കപ്പ എടുത്തു കഴിഞ്ഞാൽ കപ്പ പൊളിക്കണം. കപ്പ പൊളിച്ച് വേണമെങ്കിൽ കപ്പയും മീൻകറിയും കൂടെ നമുക്ക് വേണമെങ്കിൽ പടക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, വേവ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ ഇത് ഒരുക്കണം.
വേണ്ട, ചോറും കറിയും തന്നെ മതി. നമ്മൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ. നമ്മളിനി ഇതെണ്ണ, ഇതെൻ്റെ എണ്ണ. ആ ഇതെൻ്റെ. ഇത്ര സാധനങ്ങൾ അണ്ണാ. ഇതുപോലത്തെ തൂക്കിയിടുന്ന സാധനം ഉണ്ടോ അണ്ണാ? ഇതുണ്ടോ? ഇതുപോലത്തെ ഉണ്ടോ വണ്ടിയിൽ പോടാൻ? ആ നെക്സ്റ്റ് വീക്ക് അല്ലേ? അണ്ണാ നെക്സ്റ്റ് വീക്ക് ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വന്നാ വന്നു. നെക്സ്റ്റ് വീക്ക് എടുത്താറ്. അതെ ഇത് ഡപ്പ എടുക്കില്ല. ഏതാണോ? അതെ കൊളുത്തുള്ളത് സാമ്പ്രാണി. അതെ സാമ്പ്രാണി എടുത്തിട്ടുണ്ടോ? ഇത് മതി. അതെന്താ വിലയില്ല, അപ്പോൾ ഫ്രീ ആണ്. എത്രയാണോ? 20-40. ഓക്കെ അണ്ണാ. ഇതാണ് പേ. അങ്ങോട്ട് വാ. അവിടെയാണോ മെഷീൻ? ആ ഓക്കെ. ഓക്കെ അല്ലണ്ണാ? ഇത്ര സാധനം എടുത്തിട്ട് നമുക്ക് ഏകദേശം 20 യൂറോ ആയി കേട്ടോ. 20 യൂറോയുടെ സാധനം ഉണ്ട്. അതായത് നാട്ടിലെ 2000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കേട്ടോ. നല്ല മസാല എടുത്ത് കുറച്ച് അഗർബത്തി പിന്നെ കുറച്ച് മിക്സർ സാധനങ്ങൾ മേടിച്ചു. നമ്മളൊരു ഇത്ര സാധനം മേടിച്ചപ്പോൾ നമുക്ക് 2000 രൂപ. അപ്പോൾ ഇവിടുത്തെ റേറ്റ്, ഇവിടെ സാധനങ്ങൾക്ക് റേറ്റ് ഒക്കെ ചോദിക്കുന്നവർക്ക് ഇല്ല. ഓക്കെ അണ്ണാ, താങ്ക്സ്. അതെ ഇവിടെ അതിലുണ്ട്, എടുത്തോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളുടെ റേറ്റ്. ഓക്കെ, എല്ലാം ഉണ്ട് കേട്ടോ. അതെ കരിക്ക്, ചെന്തെങ്ങിൻ്റെ കരിക്ക്. അണ്ണാ കരിക്കിന് എന്നാണ് റേറ്റ്? 10 യൂറോയോ? 10 യൂറോ കേട്ടോ. വീട്ടിൽ കരിക്കൊക്കെ കരിക്കും പോലെ ഒടിഞ്ഞു പോവാ. ആ ഈവനിങ് വരും അല്ലേ? കണ്ടില്ലേ, ഫ്ലൈറ്റിൽ വന്ന കേട്ടോ നാട്ടിൽ നിന്ന്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ, അടുത്ത പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ 20 കിലോ വെയിറ്റിൽ വേറെ ഒന്നും കൂടെ ഉണ്ട്. കരിക്ക് മാത്രം കൊണ്ടുവരും. 20 കിലോ കരിക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് സാധനം മേടിക്കാം നമുക്ക്. ഇത് നല്ല പരിപാടി കേട്ടോ. അപ്പോൾ ശരിയാണോ? പോയേക്കോ? ഓക്കെ അണ്ണാ. അപ്പോൾ അത് ഇത്രയും സാധനം നമ്മൾ മേടിച്ചിട്ട് നമുക്ക് നേരെ അടുത്ത പരിപാടി. ഓക്കെ ഇല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്. നാട്ടിലെ പപ്പായൊക്കെ വില കേൾക്കണ്ട കേട്ടോ. വില കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാവും. കിतना आपका बिल? देखा नहीं? അല്ല അവൻ എത്ര രൂപ ബില്ലാന്ന് ചോദിച്ചാൽ അവൻ നോക്കിയില്ലെന്ന്. ഒരു ഫോട്ടോ अगर वो 100 डाले तो भी 19 हाँ तो देखिए ना. ആ അപ്പം നോക്കിയായിരുന്നു അല്ലേ? ഇത്ര ഉണ്ട് സാധനങ്ങൾ. ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ. ഇതല്ലേ, ഇതൊക്കെ ഫുഡിൻ്റെ സ്റ്റാളുകളാട്ടോ. നമ്മുടെ പൈനാപ്പിളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഫുഡ് സ്റ്റാള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ചൈനീസ് അതുപോലുള്ളതൊക്കെയാണ്. ഇവിടുന്ന് ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ചിലവാണ്, പൈസയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഫ്രഷ് മീറ്റ് മാർക്കറ്റാണ്. മീറ്റും ചിക്കനും എല്ലാം ഉണ്ട് കിലോയ്ക്ക്. യാ സത്യം 11 യൂറോ, അതായത് 1000 കിലോയ്ക്കാട്ടോ. കിലോയ്ക്ക് 1000 രൂപ 1 കിലോ. പന്നിയാണ്, പന്നിയും പട്ട നമ്മുടെ ബീഫാണ്. ബീഫ് നമ്മളത് ബീഫ് മേടിച്ച് ഒരു 1/2 കിലോ ബീഫ് മേടിച്ച്, ചിക്കനും മേടിച്ചു. ഇവിടെ പന്നി കിട്ടത്തില്ല. പിന്നെ അതിവിടെ ചിക്കനോ കാര്യങ്ങളുണ്ട്. ചിക്കൻ്റെ കണ്ട റേറ്റ്, ചിക്കന് റേറ്റ് കുറവാണ്. ചിക്കന് ഈ ലെഗ് പീസ് തന്നെയാണെങ്കിൽ 4 യൂറോ വരും. ഇത് 4 യൂറോ ആണ് കിലോയ്ക്ക്. ഇതെല്ലാം കിലോയുടെ റേറ്റ് ആയി വരുന്നത്. സോറി. പിന്നെ ഇവിടെ ഗ്ലൗസ് സാധനങ്ങൾ. ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. മുട്ടയാണെങ്കിലും വേണമെങ്കിലും എല്ലാം ഉണ്ട്. മതി. നമുക്ക് അധികം ലഗേജ് എടുക്കാനും പറ്റത്തില്ല. അധികം ലഗേജ് എടുത്തു കഴിഞ്ഞാലും പണിയായി. സാധനം എല്ലാം കൂടെ നമുക്ക് ചുമക്കാനും പാടാം. അതുകൊണ്ട് അധികം ലഗേജ് സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. ഓക്കെ.
ഇവിടെ തൈരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാക്കറ്റ് തൈര് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. പാക്കറ്റ് ചപ്പാത്തി, ചീസ് കാര്യങ്ങൾ, അത്യാവശ്യം മിൽക്കുണ്ട്, ഫ്രഷ് മിൽക്ക്, യോഗാട്ട്, ഫ്രഷ് യോഗാട്ട് ഒരെണ്ണം എടുത്തേക്കാം. നമുക്ക് തൈര് ഒരെണ്ണം എടുക്കാം. ഇത് 3 യൂറോയാണ് തൈര് 3 യൂറോ. 3 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 300 രൂപ. ജസ്റ്റ് ഒരു മാംഗോ ജ്യൂസ് എടുക്കാം. മാംഗോ ജ്യൂസ് നമ്മുടെ ഇതൊന്നും ഇരിപ്പില്ല, ജ്യൂസൊന്നും ഇരിപ്പില്ല. അത് ഇനി സാധനങ്ങൾ എടുക്കുന്നില്ല, ഇത്രേ ഉള്ളൂ. നമ്മൾ നിർത്തുക. കാരണം അധികം സാധനങ്ങളായാലും പാടാം. ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോകുന്നത് പാടാം നമുക്ക്. ഓക്കെ, രാത്രിയായി തുടങ്ങി കേട്ടോ. പക്ഷേ ഇപ്പം നേരത്തെ ഇരുട്ടുന്നുണ്ടല്ലേ? നൈറ്റിൽ ഓപ്പൺ ചെയ്യുന്ന ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ. ഇല്ലേ, സമയം ഇപ്പോൾ 6:30 ആയതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഇരുട്ടായി. ഇല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കടകളൊന്നും അധികം ഓപ്പൺ അല്ലായിരുന്നു. സെക്കൻഡ് ഡേയിലുണ്ടോ? ആണോ? ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് അധികം സാധനം ഒന്നും മേടിക്കണം എന്ന് പറഞ്ഞ് വന്നതുണ്ടല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സാധനങ്ങളാകും കേട്ടോ. ഇത് സെക്കൻഡായത് ആണല്ലേ? ട്രൈപോഡും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? വെറുതെ ഒന്ന് കയറി നോക്കിട്ടോ. നമ്മുടെ മൊബൈൽ ആക്സസറീസ് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ അവിടെ. സെക്കൻഡ് മൊബൈൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതിൽ. രാത്രി ഇരുട്ടുമ്പോഴാട്ടോ ഇവിടുത്തെ ഭംഗി കൂടുന്നത്. മേടിച്ചാ കരൾ മേടിച്ച് കരള് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതെ, കുരുമുളക് ഇട്ട് നമ്മുടെ രാത്രി ആകുമ്പോൾ അല്ലേ ഭംഗി കൂടുതൽ. ശരിക്കും രാത്രി വരണമെന്ന് പറയുന്നതല്ല കറക്റ്റ്. കാണാനും ലുക്ക് ഫുള്ളായിട്ട്. ഷവർമ വെച്ചിട്ടോ? ഇത് ആൻറ്റി പീസ്റ്റ് ഷോപ്സ്. സെക്കൻഡ് ഷോപ്പാണ് ഇവിടെ കൂടുതലും സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് കിട്ടുന്നത്. പക്ഷേ അത്ര ഡാമേജ് ഉള്ളതൊന്നുമല്ല. സെക്കൻഡ് ഹാൻഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഇതാട്ടോ, ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരിക്കും. ഒരുപാട് ഇന്ത്യൻ സ്റ്റോറുകളാണ് കൂടുതലും ഇവിടെ. ഇപ്പം നിങ്ങളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും ഡ്രൈവർമാരുണ്ടെങ്കിൽ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ സാധനം വാങ്ങാനായിട്ടൊക്കെ. ഒന്നുമില്ല, കല്ലോ പാർക്കിങ്. ഈ പാർക്കിങ്ങിന് ലൊക്കേഷൻ വേണമെങ്കിൽ തന്നെ ഞാൻ ലൊക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം പിൻ ചെയ്തിടാവേ. കല്ലോ പാർക്കിങ്ങിൽ നിന്ന് ബോട്ട് കയറുക. തൊട്ടടുത്ത് തന്നെ ബോട്ടിൻ്റെ സ്റ്റോപ്പുണ്ട്. ബോട്ട് കയറുക. ബോട്ട് കയറി കഴിഞ്ഞാൽ ആൻറ്റിവർപ്പനിൽ ഇറങ്ങുക. ആൻറ്റിവർപ്പനിൽ ഇറങ്ങി ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ഒരു പാർക്കിങ്ങിൻ്റെ ഇത്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഒരു സ്ഥലവും കാര്യങ്ങളും എല്ലാം. വൈകുന്നേരം സൺഡേയും ഇവിടെ ഓൾമോസ്റ്റ് ഷോപ്പുകളെല്ലാം ഓപ്പൺ ആണ്. സൺഡേ അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം കിട്ടും. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ബോട്ട് കാര്യങ്ങളെല്ലാം സൺഡേ ഉണ്ട്. അപ്പോൾ ഇത് ഷവർമ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഷവർമ മേടിക്കാനായിട്ട് കയറിയതായി ചേട്ടായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് വലിച്ചു കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യം നിങ്ങൾക്കും ബോറാവാത്ത രീതിയിൽ കാണാം. നമ്മൾ വന്ന ഇതിലായിരുന്നോ? അല്ലല്ലോ, ഇതിലായിരുന്നു അല്ലേ? നമ്മൾ വന്നപ്പോൾ ഈ ഷോപ്പൊന്നും ഓപ്പൺ അല്ലേ അല്ലേ? വന്ന ടൈമിൽ അതോ ലൈറ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലേ ഇപ്പോൾ തോന്നുന്നത്? ഓക്കെ, അവിടെ തിരക്കുള്ള അടിപൊളിയായിരിക്കും. വാ കയറാൻ തന്നെ, നോ പ്രോബ്ലം. രാത്രിയിൽ ഇപ്പോൾ ചെറിയൊരു മഴ കഴിഞ്ഞു കേട്ടോ. മഴ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം വെള്ളം. നമ്മുടെ നേരത്തെ റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ മഴ കഴിയുമ്പോഴത്തേനും ആൾക്കാർ വെളി വന്നിരിക്കും, നമ്മൾ തുറച്ചു കൊടുക്കണം. ആ ഒരു ഇതൊക്കെ ഇതിലേ പോകുമ്പോൾ ഓർമ്മ വരുന്നു കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ.
പ്രത്യേക ഒരു ഫീലാണ് ഇതിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വേറെ പരിപാടികളൊന്നുമില്ല, നേരെ പോവുക. ഇപ്പോൾ ഇനി ബോട്ട് തിരിച്ചവിടെ നിന്നുണ്ട്. ഏകദേശം 9 മണി വരെ 9 മണി വരെ അല്ലേ പറഞ്ഞാൽ 10 ലാസ്റ്റ് 10 മണിക്ക് ലാസ്റ്റ് ബോട്ട്. അപ്പോൾ അതുവരെ ടൈമുണ്ട്. അവന്മാർ എൻജോയ് ചെയ്യുന്ന കേട്ടോ, എൻജോയ് ചെയ്ത് ബിയറൊക്കെ അടിച്ച് പോകുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത്, അമ്മമാർക്ക് തിന്ന് നെല്ലിൻ്റെ ഇടയിൽ കയറിയതാണ്. ഇതൊക്കെ ട്രെയിൻ പോകുന്ന ട്രാമ്പ് പോകുന്ന ട്രാക്കല്ലേ ഇത്? ഇതിലൊക്കെ പോകുന്നതായിരിക്കും അല്ലേ? ട്രാമ്പ് പോകുന്ന കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ കാണാനാണെങ്കിൽ, ഒരു ദിവസം കൊണ്ട് തീരത്തില്ല, അതുപോലെ ഉണ്ടല്ലേ. പബ്ബ് ഇവിടെ എല്ലാം കൂടുതലും പബ്ബും ബാറും അല്ലേ ഈ ഒരു സെക്ഷൻ. നമ്മുടെ റെസ്റ്റോറൻറ്റ് നല്ല പോലെ ഇവിടെ പബ്ബുകളും ബാറുകളും ഉണ്ട്. ശരിക്കും രാത്രി പറഞ്ഞത് കറക്റ്റ് കേട്ടോ. രാത്രി ലാസ്റ്റ് ട്രെയിൻ ഇത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനമാണ്, അതായത് കറക്റ്റ് ടൈമിൽ പണിയെടുക്കുക, അവന്മാരുടെ ലൈഫിൽ കറക്റ്റ് ആ ഒരു ഇതിൽ എൻജോയ് ചെയ്ത് പോവുക. ഈ പള്ളി ഞാൻ പറഞ്ഞത് കാണാനല്ലേ, പള്ളി ഏതാണ്? പള്ളിയുടെ ഒരു ഇതല്ലേ. അതെ, ഞാൻ അന്ന് ഇങ്ങനെയാവുന്നു. അല്ല റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ, ബാർ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ബാറുകളും പബ്ബുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഹീറ്ററൊക്കെ വെച്ചിരിക്കുവാണ് നമ്മുടെ പഴയ ലീ കഫേ. ഇതുണ്ട് അത്യാവശ്യം എന്താ വ്യൂ നോക്കി, അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് കേട്ടോ. ശരിക്കും ഇതാണ് വൈകുന്നേരം വരണമെന്ന് പറയുന്നത്. ഇവിടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കേട്ടോ, ഷോപ്പുകൾ ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ, റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളെല്ലാം. വൈകുന്നേരമാണ് ശരിക്കും ആ ഒരു എഫക്റ്റ് അല്ലേ, വൈകുന്നേരം കാണാനാണ് ലുക്ക്. കറക്റ്റാണ് പറഞ്ഞത്. രാത്രി വരിക, രാവിലെ പോവുക. ഈ അടുത്ത കല്ലൂർ രാവിലെ എല്ലാം കിടന്ന് ഉറങ്ങാം ശനിയാഴ്ച. വൈകുന്നേരം പോണ്ടേ, നാളെ കല്ലൂർ പറയാൻ പറ്റിയ സാധനത്തിന് രാവിലെ ഒറ്റയ്ക്ക് കാണാണ്ടാവില്ല. 50 യൂറോടെ നോട്ടും പോക്കറ്റ് വെച്ചിട്ട് പോകും. കല്ലോ ഇതുണ്ടല്ലോ ഇല്ല, ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടോ. നമ്മുടെ മുതലാളി നേരത്തെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നതിൻ്റെ ഓണറാണ്. പുള്ളി അമേരിക്കയിലാണ്, ശരിക്കും അമേരിക്കൻ സിറ്റിസൺ. അപ്പോൾ പുള്ളി ഇപ്പം ഓരോ പ്രാവശ്യം വരുമ്പം ഇതുപോലെ ഓരോരോ പരിപാടികൾ നമ്മുടെ സൗദിയിൽ ചെയ്യാനായിട്ട് പറയും. നമുക്കിപ്പോൾ കലിയ ഓഫ്, കാരണം അവിടെ അത് ഒരു പരിധി വരെ പോസിബിൾ അല്ല, കാരണം ഈ പൊടിക്കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അപ്പോൾ ആ മനുഷ്യൻ ഇതിനു വേണ്ടിയായിരുന്നു ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ആ മുതലാളീനെ സ്മരിക്കുന്നു. അതായത് ഇത് ഇന്ത്യൻ കിച്ചൺ. ഇന്ത്യൻ കിച്ചണിലെ ക്യൂ കണ്ടോ? അത് ക്ലോസ് ആണോ അത്? അല്ല സീറ്റൊക്കെ ഔട്ട്ഡോറൊക്കെ എം ടി ആണല്ലോ. ആ ഇൻഡോർ ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻ കിച്ചണിലെ തിരക്കുണ്ടോ? അതാ ഇന്ത്യയുടെ പവർ. ഇതാണ് ഇന്ത്യയുടെ പവർ. ഏതെങ്കിലും ഒരു കടയിൽ ഇതുപോലെ ക്യൂ ഉണ്ടോ? അതാണ് ഇന്ത്യൻ കിച്ചണിൽ ക്യൂ. ഇന്ത്യൻ കിച്ചണിൽ കയറാനായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അതാണ് ഇത്. പോലീസുകാർ വരുമ്പോൾ മാത്രമേ പോകത്തുള്ളായിരിക്കും അല്ലേ, താഴത്തുള്ളൂ. ഇതല്ലേ ചെടികൾ, കായ്കൾ. നമ്മൾ അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നല്ലേ. ഒറ്റ റൗണ്ടിൽ കറങ്ങി അടിച്ച് വന്നു.
അവിടെ നിന്നെയും കറങ്ങാണ്ട് അവിടെ കറങ്ങി തന്നെ വേറെ മാർക്കറ്റിലോട്ട് വരാം. പോവില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാർക്കറ്റ് നേരെ പോയാൽ ആ വണ്ടികൾ ക്യൂ പാലിച്ച് പോകുന്നല്ലേ, എത്ര വെയിറ്റ് ചെയ്താലും ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നവർ. ബിജിയോ ഇതെന്താ ഇങ്ങനെ കളറ്, പല കളറ് ഒരു ഇതായിരിക്കുമല്ലേ പ്രത്യേകിച്ചൊരിത്. അതെ, ഇനി നമ്മുടെ ടൈമാണ്, ഇനി നമുക്ക് നടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൻറ്റിയർപ്പനിലെ കാഴ്ചകൾ. നിങ്ങൾ ബോറടിച്ചു കാണണം എങ്കിലും ഒഴിവാക്കാൻ പറ്റുന്ന അത്ര മാക്സിമം ഒഴിവാക്കിയാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതെ ബോട്ട് കയറുക, നേരെ തിരിച്ചു പോവുക. അതാണ് ഇനി അടുത്ത പരിപാടി. അത് നമ്മുടെ ബോട്ടാണോ പോകുന്നത്? പറഞ്ഞോ, പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.